ജില്ലയിൽ രാവിലെ മുതൽ കണ്ട കാഴ്ചകൾ ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശേഷം വരുന്ന പോളിംഗ് ശതമാനത്തിന്റെ അപ്ഡേറ്റ് പ്രകാരമാണെങ്കിൽ മറ്റ് മുനിസിപ്പാലിറ്റികളിൽ ഉൾപ്പെടെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ വോട്ടിംഗിന്റെ പാറ്റേൺ എങ്ങനെയാണ്? പ്രജീഷ്, ഇപ്പോൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ പൂർണ്ണമായും കാസർഗോഡ് മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി, അതുപോലെ നീലേശ്വരം മുനിസിപ്പാലിറ്റി, ഈ 3 മുനിസിപ്പാലിറ്റികൾക്കകത്തും പതിയെ പോളിംഗ് വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ ആളുകളുടെ അഭിപ്രായമായിരുന്നു. അതുപോലെ തന്നെ വോട്ടിംഗ് ദിനത്തിലെ കാഴ്ചകളായിരുന്നു. രാവിലെയൊക്കെ തന്നെ ചെറിയ രീതിയിലാണ് ആളുകളുടെ നിര കാണാൻ സാധിച്ചതെങ്കിൽ പിന്നീട് വലിയ തോതിലേക്ക് ഒരു തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ താരതമ്യം ചെയ്ത് പറയുകയാണെങ്കിൽ കാസർഗോഡ് നഗരസഭകളേക്കാൾ കൂടുതൽ പഞ്ചായത്തുകൾക്കകത്താണ് വലിയ തോതിൽ പോളിംഗ് വർദ്ധിക്കുന്നത് എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ മുന്നണികളും പ്രധാനമായും പോളിംഗ് വർദ്ധിക്കുന്ന സമയത്ത് അവകാശവാദങ്ങളുമായി ഇനി രംഗത്ത് എത്താനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിൽ പ്രധാനമായും പറയേണ്ടത് പൊതുവെ ഈ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മേഖലകളിലാണ് ഇത്തരത്തിൽ പോളിംഗ് വർദ്ധിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് 2 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് UDF ഭരിക്കുന്നത്, മഞ്ചേശ്വരം, കാസർഗോഡ്. താരതമ്യേന മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും ഒരു കുറവ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഉണ്ടായിരുന്ന പുരുഷന്മാരുടെ വരികളിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായി ഇപ്പോൾ സ്ത്രീകൾ ഉച്ചയ്ക്ക് ശേഷം വീടുകളിൽ വിട്ട് പൂർണ്ണമായും വലിയ സംഘമായി തന്നെ വോട്ട് ചെയ്യാനെത്തുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ചെറുവത്തൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ്. അവിടെ കോവൽ കോവൽ GUP സ്കൂളിൽ ഇത്തരത്തിൽ വലിയ തോതിൽ സ്ത്രീകളുടെ ഒരു വരി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആളുകളെല്ലാം തന്നെ എത്തുന്നുണ്ട്. ഒട്ടേറെ ചെറുപ്പക്കാരായ വോട്ടർമാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രായം കൂടിയ വോട്ടർമാരെയൊക്കെ തന്നെ, മുതിർന്ന വോട്ടർമാരെയൊക്കെ തന്നെ വാഹന സൗകര്യങ്ങളടക്കം എത്തിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ച് കൃത്യമായി തങ്ങൾക്ക് വേണ്ടപ്പെട്ട വോട്ടുകൾ കൃത്യമായി ഉറപ്പാക്കാനുള്ള മുന്നണികളുടെയൊക്കെ തന്നെ ആ കൃത്യമായ ഒരു ജാഗ്രത നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈകിട്ട് ചിലയിടങ്ങളിലൊക്കെ തന്നെ നേരത്തെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ചെറിയ ആശങ്കകൾ, ചെറിയ സംഘർഷമൊക്കെ തന്നെ നിലനിന്ന ചില മേഖലകളുണ്ടായിരുന്നു. അവിടെയൊക്കെ തന്നെ കൂടുതൽ സുരക്ഷാ വിന്യാസം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യമെന്നത് ഉദുമ അരമങ്ങാനം ജില്ലയിൽ ഉടനീളമായി 12ഓളം ഇടത്താണ് ഇത്തരത്തിൽ യന്ത്രം പണിമുടക്കിയതിനെ തുടർന്ന് വോട്ടെടുപ്പ് മണിക്കൂറുകളോളം നിന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഉദുമ അരമങ്ങാനത്ത് 12:15 അവസാനിച്ച അല്ലെങ്കിൽ നിർത്തിവെക്കേണ്ടി വന്ന വോട്ടെടുപ്പ് ഇപ്പോൾ അല്പസമയം മുൻപ്, ഏകദേശം 10 മിനിറ്റ് മുൻപാണ് വീണ്ടും പുനരാരംഭിച്ചത്. അവിടെ വെറും 300ഓളം വോട്ടുകൾ മാത്രമാണ് ഇതുവരെയും പോൾ ചെയ്തത്. അവിടെ 1000ഓളം ആളുകളുള്ള ഒരു ബൂത്താണ്. ഓക്സിലറി ബൂത്തൊന്നും തന്നെ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ രാത്രി ഏറെ വൈകിയും അവിടെ വോട്ടെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. സാരംഗ് നിൽക്കുന്ന ബൂത്തിലും നല്ല നീണ്ട നിരയുണ്ട്. സ്ത്രീ വോട്ടർമാരുടെ നല്ല നിര കാണാൻ കഴിയുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.